ഹൈമോദി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിരുന്ന് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു 2 കയ്പ്പൊക്കെ ഉണ്ട്. ഞാനിത് കയ്പ്പൊക്കെ മെഴുക്ക് വരട്ടി ആക്കലുണ്ട്. എപ്പോൾ സ്ഥിരമായിട്ട് ആക്കുന്നതാണ്. അതിപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ മെഴുക്ക് വരട്ടി ആക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാൻ വേണ്ടി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. കഷ്ണം കേട്ടോ, മുറിച്ച് വെള്ളം അടുപ്പത്ത് തിളക്കുന്നുണ്ട്. ഈ കഷ്ണം കേട്ടോ, ഇതേപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയിട്ട് ഈ പച്ചമുളക് ഇട്ട് ഇതൊരു അടുപ്പത്ത് ചീരിച്ചട്ടിയിൽ വെള്ളം അടുപ്പത്ത് വെച്ച് തിളക്കുന്നുണ്ട്. ഇട്ടിടുന്നുണ്ടേ. ഇതിലിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ടാണ് അതിലിടുന്നത്. അത് കണ്ടല്ലേ, ഉപ്പ് ഇട്ടിട്ടാണ് അത്. പിന്നെ ഇതിപ്പോൾ വരട്ടിയിട്ടാണ് ഇതിപ്പോൾ ആക്കാനാണ് പോകുന്നത്. കണ്ടില്ലേ, ഇതേപോലെ വരട്ടി ആയിട്ടാകുമ്പോൾ ഇത് വെന്തിട്ടാകുമ്പോൾ പച്ച വേവട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചാൽ വേവിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ചീനച്ചട്ടി അപ്പോൾ ഈ ദോശക്കല്ല് അപ്പുറത്തവിടെ ചൂടാവാൻ വെക്കട്ടെ. കഴിഞ്ഞപാട് ഇത് ഇങ്ങോട്ട് മാറ്റണം. ഇത് കാണില്ലേ, ഇതുപോലെ അതാണെങ്കിൽ ചൂടാവുന്നുണ്ട്. അതാണെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങോട്ടേക്ക് മാറ്റാം. ദോശക്കല്ല് ഇതിപ്പോൾ ആയിക്കഴിഞ്ഞാൽ അത് ചൂടായി കഴിഞ്ഞാൽ അതിൽ എണ്ണ ഒഴിക്കണം. അതിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞാൽ എണ്ണ നല്ലോണം മെഴുക്ക് വരട്ടിയാണ്. നല്ലോണം മെഴുക്ക് വരട്ടി അത് മാത്രമേ വേറെ നിങ്ങൾക്ക് ഒരു സാധനം ഇവിടെ ആ ചോറ് തിന്നാൽ അത് മാത്രമേ വേണ്ടൂ. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, അടുപ്പത്ത് വേകുന്നുണ്ട്. അതിങ്ങനെ ആക്കുന്നത് അത് മാത്രമേ വേണ്ടൂ. അതിപ്പോൾ അപ്പാടൊന്നും എടുത്തിട്ട് ഇപ്പം മെഴുക്ക് വരട്ടെ. ഇതിൻ്റെ അടുപ്പത്ത് വെക്കാൻ പോകുന്നുണ്ട്. അപ്പുറത്തെ അതിലെടുത്തിട്ടേ ഇതുപോലെ ദോശക്കല്ല് ചൂടായി. ഇതേപോലെ ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ ഇതിന് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു ഇട്ടിട്ടുണ്ട്. ദോശക്കല്ലിനകത്താണേ നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കണം. നല്ലപോലെ വെളിച്ചെണ്ണ പോരെങ്കിൽ അത് കഴിച്ചിട്ടാകുമ്പോൾ ആദ്യം ഒഴിക്കുക. നല്ലോണം ചൂടാകുമ്പോൾ ഇത് കോരിയിട്ട് അതിലിടുക. ഇത് നല്ലൊരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂട്ടാൻ നല്ല ചെയ്ത് നല്ല ഇതിൻ്റെ ആ പച്ചപ്പല്ല ഉണങ്ങി നല്ല ഇതുപോലെ ഉണ്ടാവും. കൊണ്ടാട്ടാവില്ല, അങ്ങനെ ഒരു വരുന്ന ഇതേപോലെ ഇട്ടിട്ട് ഇതേപോലെ നെയ്യ് ഇട്ടിട്ട് ഉണക്കാൻ വെക്കാം. ഇത് ഉണക്കിയിട്ട് ഇതേപോലെ ഉണക്കി വെക്കാം. ഈ വെളിച്ചെണ്ണ നല്ലപോലെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് നിൽക്കണം. ഇറക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇനി വെള്ളം വെച്ച് നല്ല ചുരുണ്ട് വന്നിട്ട് നല്ല പാകത്തിൽ ചുരുണ്ട്. അത് ആ ഇരുമ്പിൻ്റെ ചീർച്ചട്ടിയില്ല, ഇരുമ്പിൻ്റെ ചീർച്ചട്ടി ഞാനത് എടുത്തിട്ടില്ല. അതിൻ്റെ ചീർച്ചട്ടിയിൽ വേവിച്ചിട്ട് ഇരുമ്പിൻ്റെ ദോശക്കല്ല് വെച്ചിട്ടാണ് ഇത് ഉണക്കി വെക്കുന്നത്. ഈ ദോശക്കല്ലിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കരിയോ ഇല്ല. നല്ല ഇരുമ്പിൻ്റെ ചൂട് കൊണ്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഒരു ഉണങ്ങി ഇതായിട്ട് വരും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അയച്ചാകുമ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ വാട് വേണം. വെളിച്ചെണ്ണ മെഴുക്ക് വരട്ടിന്നാണ് പറയുന്നത്. മെഴുക്ക് ആണല്ലേ, നല്ല മുക്കിപ്പൊരി നമ്മൾ പൊരിക്കുന്ന പോലെ തന്നെ. വെളിച്ചെണ്ണ ഇട്ട് മുക്കി പൊരിക്കുന്നുണ്ടെങ്കിലും അത് ദോശക്കല്ലിട്ട് പൊരിക്കും പോലെ തന്നെയാണ്. അതേപോലെ ഉണങ്ങിപ്പോകാൻ പാടില്ല, കരിഞ്ഞു പോകാൻ പാടില്ല. ഇത് ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചുരുണ്ട് വരണം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇതിങ്ങനെ നിങ്ങൾ ആക്കി നോക്ക്, നല്ല അടിപൊളി സാധനമായത്. ഇതേപോലെ ഇതുണ്ടായാലും ഒരു ഇഷ്ടംപോലെ ചോറ് വേണം. 2 കൈപ്പൊക്കെ ഉണ്ടായി, 2 കഷ്ണം കൈപ്പൊക്കെ എടുത്ത് ചോറ് തിന്നാൽ ഒരു കഷ്ണം കൈപ്പൊക്കെ കഴിച്ച് ആ ചോറും വരത്തിന്നാൽ എന്ത് രുചിയായിട്ടെന്നറിയോ. എന്താ ഇതേപോലെ ഇതില്ലേ, ഇതാണ് നല്ല വെളിച്ചെണ്ണ ഉണ്ടാവും. വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കും. ആ വെളിച്ചെണ്ണ തേച്ച് കുടിക്കും. ആ വെളിച്ചെണ്ണ നമ്മൾ പൊഴിച്ച വെളിച്ചെണ്ണയും കൂടി കുടിക്കും. നല്ലോണം വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ അത് ഒഴിച്ച് കൊടുത്ത് അത് കുടിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണം. നല്ല വെളിച്ചെണ്ണ പറ്റിയ ദോശക്കല്ലിന് നല്ല വെളിച്ചെണ്ണ വേണം. നമുക്കിത് ബാക്കി വരുമ്പോഴേക്ക് ദോശക്കല്ലിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് താത്ത് വെച്ചാൽ നല്ലോണം ചുരുണ്ട് വരും. നമ്മൾ പിന്നെ ഒന്നും വേണ്ട. അത് വരുമ്പോൾ ഒരു പച്ചൻ്റെ ഇതേ ഉണ്ടാവില്ല. നല്ല രുചിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആണല്ലേ, ഇതിങ്ങനെ കണ്ട ഇതിങ്ങനെ അമർത്ത് നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ ഉണങ്ങി വരും. ചുരുണ്ട് വരും. ഇതിങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണക്കി വരുമ്പോൾ നമ്മൾ വെറുതെ വരുമ്പോൾ അത് ശരിക്കും ചുരുണ്ട് വരും. ഇങ്ങനെ ചുരുണ്ട് വരും. എന്താ ഇതേപോലെ വേണ്ട ഉണങ്ങിത്തരില്ല. എന്താ പച്ചപ്പ് ആ കയ്പ്പ് തിരിയില്ല. കയ്പ്പൊക്കെ കയ്പ്പ് തിരിയില്ല, കയ്പ്പ് ഉണ്ടാവില്ല. പച്ചയിലാണെങ്കിൽ നല്ലോണം കയ്പ്പ്. പിന്നെ തേങ്ങ ഇട്ടിട്ടുള്ള എല്ലാവരും വറുക്കും. ഞാൻ അങ്ങനെ തേങ്ങ ഇട്ടിട്ട് വറുക്കലില്ല. കയ്പ്പൊക്കെ ഇങ്ങനെ മാത്രമേ വറുക്കൂ. കയ്പ്പൊക്കെ ആ പയറെല്ലാം ഇങ്ങനെ വറുക്കും. പയറ് ഞാൻ തേങ്ങ ഇട്ടിട്ട് എണ്ണ വരിച്ചിട്ട് ആക്കലുണ്ട്. ഇത് ഈ കയ്പ്പൊക്കെ ഉണ്ടാവുന്നത് ഇതേപോലെ വറുക്കല്. ഇതാകുമ്പോൾ അതിൻ്റെ കയ്പ്പ് രസം ഉണ്ടാവില്ല. നല്ല വെളിച്ചെണ്ണേൻ്റെ രുചിയിലോണ്ട്
കയ്പ്പുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റുള്ള സാധനം. ഇത് നിങ്ങൾ ആക്കി നോക്കിക്കോ. അത് തിന്നാൻ വിടില്ല. ഇത് കയ്പ്പൊക്കെ ആകുമ്പോൾ കൂട്ടാതെ ആളുകൂടി ഈ കയ്പ്പൊക്കെ കറി കൂട്ടും. അത്ര നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മളെ കയ്പ്പൊക്കെ വറവിട തയ്യാറായി, മെഴുക്ക് വരട്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് നല്ലൊരു അടിപൊളി കേട്ടോ. അതിൻ്റെ ആ ഒരു നമ്മൾ വറുത്ത് വന്ന പോലെ ഉണ്ട് കേട്ടോ. നല്ല എന്നാൽ ഒരു പവൻ കളറിൽ ഇങ്ങനെ നല്ല ആ മുളകിൻ്റെ ഇതും ഉണ്ടാ നല്ല അസല് ഇതാണ് ഉണ്ടാ. നല്ല ഒരു അടിപൊളി ഇതാണ്. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, നല്ല കണ്ടീഷനായിട്ട് വന്നിട്ട്. ഇത് ഇവിടെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ചോറ് തിന്നാൽ ഇതേ കൊണ്ട് കണ്ട കണ്ടില്ലേ. ഇതാ 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 കണ്ട കണ്ട ഇതാണ് മെഴുക്ക് വരട്ടിയായിട്ട് വന്ന് മെഴുക്ക് വരട്ടിയായിട്ട്. ഇതിപ്പോൾ നമ്മളുണ്ടെങ്കിൽ വേറെ ഒരു വിഷമമില്ല, ചോറ് തിന്നാൽ ഇതേ വേണ്ടു. നല്ല എണ്ണമായി ഉണ്ടാവും ഇത്. ഇങ്ങനെ ചോർന്ന് വരുന്നു കണ്ട. അത് കണ്ട ഇതുപോലെ വരണം, ഇതുപോലെ ഇത് കണ്ട ഇതാ ഇതുപോലെ ഉണ്ടാവും. ഇങ്ങനെ ആവണം. അങ്ങനെ കുറച്ചും കൂടി അത് ദോശക്കല്ലിൽ വെച്ചാൽ മതി. ഇതേപോലെ ആവും ഉണങ്ങിയിട്ട്. ഇത് കണ്ട ഇതേപോലെ ഇതുപോലെ ആവും കണ്ട. നല്ല ഇത് നല്ല ഇതാണ്. ഇതുപോലെ നല്ല അടിപൊളി ഇത് കണ്ട കയ്പ്പൊക്കെ കണ്ട. ഇതുപോലെ ഉണങ്ങി കിട്ടും. ഇനി നല്ല വണ്ണമുള്ള കയ്പ്പൊക്കെ അല്ലേ അത് ചുരുണ്ടിട്ട് കണ്ട. ഇതാണ് എൻ്റെ മെഴുക്ക് വരട്ടിങ്. മെഴുക്ക് വരട്ടി ഇങ്ങനെയാണ് ഞാൻ ആക്കൽ. നിങ്ങളും ഇങ്ങനെ ആക്കി ചെയ്ത് നോക്ക്. എന്നിട്ട് രുചി ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. കമൻറ്റ് ബോക്സിൽ എനിക്ക് ഇട്ട് തരിക. ഇനി എന്താ വേണ്ടത് വെച്ചാൽ എൻ്റെ ഫോൺ നമ്പർ ആയിരിക്കലോ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോൺ നമ്പർ കൊടുത്താൽ കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയാം. 9846782135. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. അതിൽ കുറച്ച് ആൾക്കാർക്ക് എന്നെ വിളിക്കണമെന്നുണ്ട്. എൻ്റെ ഫോൺ നമ്പർ വേണമെന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നാളെ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും